എവിടെയാണ് ഈ ആനയെ റേഡിയോ കോളർ ഘടിപ്പിച്ചതിന് ശേഷം വിടേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വനംവകുപ്പ് കൃത്യമായ തീരുമാനമെടുക്കണമെന്നുള്ളതാണ് റിപ്പോർട്ടിലെ ശുപാർശ. എന്താണ് വയനാട്ടിലെ സാഹചര്യം? മധു, എവിടെയാണ് വിടേണ്ടത് എന്ന വനംവകുപ്പ് തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇപ്പോൾ മുത്തങ്ങയിലെ ആന സംരക്ഷണ കേന്ദ്രത്തിലാണ് PM2 ഉള്ളത്. അവിടെ ആണ് PM2വിനെ മയക്കുവെടി വെച്ച ശേഷം പാർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം, അതായത് കൃത്യം ഒരു വർഷം മുൻപ്, കഴിഞ്ഞ ജനുവരി 9-നാണ് ഈ PM2 സുൽത്താൻ ബത്തേരി നഗരത്തിൽ ഇറങ്ങുകയും ഒരാളെ ആക്രമിക്കുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ ആന നഗരത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഫുട്പാത്തിൽ കിടന്നിരുന്ന ഒരാളെ എടുത്ത് മാറ്റി ഇടുകയാണ് ചെയ്തത്. മറ്റു രീതിയിൽ ഉള്ള ഒരു ആക്രമണം നടത്തിയെന്ന് പറയാനാകില്ല. പക്ഷേ നഗരത്തിൽ വലിയ രീതിയിൽ പരിഭ്രാന്തി ഉണ്ടാക്കി. അതിനെ തുടർന്നാണ് ഈ ആനയെ മയക്കുവെടി വെച്ച പിടികൂടുന്നത്. അന്ന് തന്നെ അത് സംബന്ധിച്ച് ചില എതിർപ്പുകളൊക്കെ ഉയർന്നിരുന്നു. പക്ഷെ എന്തായാലും അന്ന് വനംവകുപ്പ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചു. ആ റേഡിയോ കോളർ നേരത്തെ തന്നെ വെച്ചിരുന്ന ഒരു ആനയായിരുന്നു. തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ മേഖലയിലും പന്തല്ലൂർ മേഖലയിലൊക്കെ വലിയ രീതിയിൽ നാട്ടിലിറങ്ങിയ ഒരു ആനയായിരുന്നു. അത് അങ്ങനെയാണ് പന്തല്ലൂർ മക്ന 2, ഒരു മോഴയാനയാണ്. അതാണ് പന്തല്ലൂർ മക്ന 2 എന്ന പേര് നൽകി തമിഴ്നാട് വനംവകുപ്പ് ഇതിനെ നിരീക്ഷിച്ചു വന്നത്. ആ ആനയാണ് സുൽത്താൻ ബത്തേരിയിൽ എത്തുകയും അത് ഒരു ഉയരം കുറഞ്ഞ ആനയാണ്. ആനയുടെ ശാരീരികമായ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വൈദ്യുതി വേലി, നഗരത്തെ വന്യജീവി സങ്കേതവുമായി സെപ്പറേറ്റ് ചെയ്യുന്ന വേലിയിലെ ഒരു കുഴിയിലൂടെ നുഴഞ്ഞു കടന്നാണ് ആന നഗരത്തിന്റെ മധ്യത്തിലേക്ക് എത്തുന്നത്. അത് വലിയ ഭീതിയായി. നഗരത്തിൽ ജനങ്ങൾ വലിയ പ്രതിഷേധമുയർത്തി. അതിനെ തുടർന്നാണ് ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചത്. പക്ഷെ ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് കോടതിയുടെ നിർദ്ദേശാനുസരണം തന്നെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനനുസരിച്ച് വനംവകുപ്പ് തീരുമാനമെടുക്കേണ്ടി വരും. ശരി, PM2വിനെ തുറന്നു വിടുക, കേരളത്തിലെ കാട്ടിൽ തന്നെ തുറന്നു വിടുക എന്നുള്ളതാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് എവിടെയാണ് PM2വിനെ തുറന്നു വിടുക തുടങ്ങിയ കാര്യങ്ങളിൽ വനംവകുപ്പ് തീരുമാനമെടുക്കേണ്ടത്.